ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കണക്കൻകടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറിന്റെ ചോർച്ച പൂർണ്ണമായി തടയാനാകാത്തതിനാൽ ഈ വർഷവും മണൽ കൊണ്ടുള്ള താൽക്കാലിക തടയണ കെട്ടി. ചോർച്ച തടയാൻ ഷട്ടറുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പൂർണ്ണമായും പരിഹരിക്കാനായില്ല. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അടിഭാഗത്തെ കോൺക്രീറ്റ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷട്ടറിന്റെ തകരാർ മാത്രം പരിഹരിച്ചതുകൊണ്ട് ചോർച്ച തടയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയാത്തതിനാൽ റെഗുലേറ്ററിന്റെ ഗുണഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഷട്ടർ നിർമ്മിച്ച വർഷത്തിൽ തന്നെ ഉപ്പുവെള്ളം കയറിയിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്കിടയാക്കിയതെന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. അതിനു പരിഹാരമായി എല്ലാ വർഷവും താൽക്കാലിക തടയണ നിർമ്മാണം നടത്തുകയായിരുന്നു. ഷട്ടറുകളിലെ ചോർച്ച കാരണം എല്ലാ വർഷവും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് താൽക്കാലിക തടയണ മണൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. തടയണ കെട്ടിയതിനു ശേഷം കനത്ത മഴ പെയ്താൽ എല്ലാം ഒലിച്ചുപോകുന്നതിനാൽ വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനൊപ്പം പുഴയിലെ അധിക വെള്ളം കായലിലേക്ക് ഒഴുക്കുന്നതിനും വേണ്ടിയാണ് കണക്കൻകടവിൽ 2.5 പതിറ്റാണ്ട് മുൻപ് റെഗുലേറ്റർ നിർമ്മിച്ചത്. ജലനിരപ്പ് ഉയർന്നാൽ കുഴൂർ, അന്നമനട, പാറക്കടവ് പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലാകും. ഉപ്പുവെള്ളം കയറിയാലും കൃഷിനാശത്തിനിടയാക്കും. ഉപ്പുവെള്ളം എത്തിയാൽ കുടിവെള്ള വിതരണവും അവതാളത്തിലാകും. തടയണയുടെ കൂടുതൽ പ്രയോജനം തൃശൂർ ജില്ലയിലെ പ്രദേശങ്ങൾക്കാണെങ്കിലും ഷട്ടറുകൾ എറണാകുളം ജില്ലയിലാണുള്ളത്. കോടികൾ ചിലവഴിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചെങ്കിലും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ മാത്രമാണ് ആശ്രയം. നിർമ്മാണത്തിലെ അപാകതയായ കോൺക്രീറ്റിലെ ചോർച്ച തടയാൻ അറ്റകുറ്റപ്പണികൾ അസാധ്യമാണെന്നാണ് വിലയിരുത്തുന്നത്. എല്ലാ വർഷവും 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ചാലക്കുടി പുഴ കായലുമായി ചേരുന്ന സ്ഥലത്ത് മണൽ കൊണ്ടുള്ള താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത് ഒഴിവാക്കി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഉപ്പുവെള്ളം കയറി ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ മാത്രമാണ് ബണ്ട് കെട്ടുന്നതെന്ന് പരിസരവാസിയായ AKPA പൊയ്യ യൂണിറ്റ് സെക്രട്ടറി ജയൻ പുളിക്കൽ പറഞ്ഞു. ചാലക്കുടിയാറിലേക്ക് ഊരുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണക്കൻകടവ് കോഴിത്തുരുത്ത് മണൽ ബണ്ട് കെട്ടുന്നത്. ഓരോ വർഷവും ലക്ഷങ്ങൾ ചെലവാക്കിയാണ് മണൽ ബണ്ട് കെട്ടുന്നത്. മണൽ ബണ്ട് കെട്ടുന്നതിനോടൊപ്പം തന്നെ കണക്കൻകടവ് പാലത്തിലെ ഷട്ടറുകളും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. TCV ന്യൂസ്, മാള.